ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ. നമ്മളെ വീട്ടിൽ സ്ഥിരമുള്ള ഒരു ഐറ്റമാണ് പൊട്ടാറ്റോ വെച്ചിട്ട്, അതായത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി. നല്ല ടേസ്റ്റാണ്. വെറും നമ്മളെ ചായയൊക്കെ തിളക്കണ 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 3 വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം 3 ഉരുളക്കിഴങ്ങും കൂടി ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ഇട്ട്, ഏകദേശം 1 സ്പൂൺ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, നമുക്ക് എങ്ങനെയാണോ കളർ അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മുളക് പൊടി കുറച്ച് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് എരിവിന് വേണ്ടിയിട്ട്. അതായത് എരിവും ഇതൊക്കെ ഉള്ളൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ഉപ്പും, പിന്നെ ഞാൻ ഒരു 3/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരല്പം മല്ലിയിലയും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംസാരത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ മാറും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ, ഇത് ഏത് ഷേപ്പിലും ആക്കാം. ബോൾ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ആക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ അതുപോലെയൊക്കെ ആക്കിയെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ അത് ഇവിടെ അങ്ങനെ നീളത്തിലാട്ടോ ആക്കിയെടുക്കുന്നത്. ഇതാവുമ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ എണ്ണ തേക്കണം കുറച്ച്, അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കണ്ടോ, പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെക്കുകയാണ്. അപ്പം ഞാൻ വെറും 5 മിനിറ്റ് കൊണ്ടാട്ടോ അതൊക്കെ ചെയ്തെടുത്തിട്ട്. അപ്പോൾ അത് കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാട്ടോ. കാരണം ഉരുളൻകിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതിലൂടെ ഇതൊക്കെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചായക്കടി റെഡിയാക്കിയെടുക്കാം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഇത് ഒരു പുറം ഫ്രൈ ആകുമ്പോൾ നമുക്ക് മറ്റേ പുറം, ഏകദേശം കിഴങ്ങും എല്ലാം വെന്തതാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് അങ്ങും ഇങ്ങും തിരിച്ചിട്ടാൽ മതി, പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല സ്നാക്കിൻ്റെ റെസിപ്പികളൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോക്ക് ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടോ, നല്ല ക്രിസ്പിയാണ് എന്നാൽ സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.